ഹലോ, ദ പ്ലാന്റ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ നഴ്സറിയിൽ കുറച്ച് ലോഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചധികം നമ്മൾ ആന്തൂറിയാണ് ഇറക്കിയേക്കണേ. അപ്പോൾ സാധാരണ 10-20 വെറൈറ്റികളൊക്കെ നമ്മൾ ഇറക്കാറുണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു 15 വെറൈറ്റിയുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ റെഡ്, പിന്നെ വൈറ്റ്, ഓറഞ്ച് അങ്ങനെയൊക്കെയല്ലേ കാണാറ്. അപ്പോൾ ഇതിൽ പല വെറൈറ്റികളുണ്ട്. അപ്പോൾ ഞാനത് എല്ലാതും കൂടി കാണിച്ചിട്ട് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഓരോ ചെടിയിൽ 2 തൈ വീതം വെച്ചിട്ടാട്ടോ നമ്മളത് സെയിൽ ചെയ്യണത്. ഓരോ ചെടിയിൽ 2 തൈ ഉണ്ടാവും. നല്ല ചെടിയാണ് കേട്ടോ നമ്മളോട് സെയിൽ ചെയ്യണത്. പിന്നെ ഇത് ഇൻഡോർ ആന്തൂറിയാണ്, മിനിച്ചറാണ് കേട്ടോ. നമുക്കിത് ഇൻഡോർ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഔട്ട്ഡോർ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി ഉണ്ടാവില്ല, ചെടി തന്നെ ഉണ്ടാവില്ല. നമുക്ക് ബെറ്ററായിട്ട് ഇൻഡോർ വെച്ചാലാണ് ഇത് നന്നാവുക. ഇത് ലിവർ റെഡ് കളറ് ആന്തൂറിയാണ് കേട്ടോ. ലിവർ റെഡ് നമുക്ക് ഇവിടെ നല്ല സെയിൽ ഉണ്ടാവുന്നത് ഈ ആന്തൂര്യത്തിനാണ്. ഇതിൻ്റെ ഇലകൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറും പിന്നെ ഒരു കോഫി ബ്രൗൺ കളറുമാണ്, മിക്സഡ് ആയിട്ടാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. പിന്നെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന വൈറ്റ് ആന്തൂറിയം. ഇത് ചെറിയ പ്ലാന്റ് ആട്ടോ, പക്ഷേ ചെറിയ പ്ലാന്റിൽ നിറച്ച് ഫ്ലവർ ഉണ്ടാവും. ഈ വൈറ്റ് തന്നെ നമുക്ക് 2 തരത്തിൽ നമ്മൾ ഇവിടെ സെയിൽ ചെയ്യണം. വൈറ്റ് മാത്രമല്ല, റെഡും. ഒന്ന് റൗണ്ട് ആയിട്ടുള്ള ഫ്ലവറും പിന്നെ നീളനെയുള്ള ഫ്ലവറും. ഈ രണ്ടും നമ്മളിവിടെ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ റെഡും ക്രീമും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇത് നല്ലൊരു പ്ലാന്റ് ആട്ടോ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള ആന്തൂര്യമാണ് കേട്ടോ. പിന്നെ ഓറഞ്ച്, ലൈറ്റ് കളറ് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത്. ഇതിൻ്റെ ഇലയും 2 ടൈപ്പിലാണ്. ഒന്ന് കോഫി ബ്രൗൺ കളറും പിന്നെ ഗ്രീൻ കളറിലുമാണ് ഇതിൻ്റെ ഇല വരുന്നത്. പിന്നെ ഓറഞ്ചിൽ തന്നെ ഒരു വൈറ്റ് വര വരുന്ന ആന്തൂറിയാണിത്. ഇതും പ്ലാന്റ് ചെറിയ പ്ലാന്റാണ്, നിറച്ച് ഫ്ലവർ ഉണ്ടാവും ഇത്. പിന്നെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുങ്കുമം അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആന്തൂറിയാണ് കേട്ടോ. ഇത് വലിയ പ്ലാന്റും വലിയ ഫ്ലവറുമാണ്. മറ്റുള്ള ആന്തൂര്യത്തിനേക്കാളും അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ഇതിൻ്റെ ഇലയ്ക്കും ഇതിൻ്റെ ഫ്ലവറിനും. ഇതിൻ്റെ ചെടിയും അതെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. പിന്നെ സാധാരണയായിട്ട് കണ്ടുവരുന്ന റെഡ് കളർ, ഇതിൻ്റെ ഫ്ലവറും അതെ കുങ്കുമം നേരത്തെ പറഞ്ഞ പോലെ കുങ്കുമ ആന്തൂര്യം, അതുപോലെ തന്നെ ഇതും റെഡും നല്ല വലിപ്പമുള്ള ഫ്ലവറാട്ടോ. ഇതിൻ്റെ ഇലയും അതേ അത്യാവശ്യം നല്ല വലിപ്പമുണ്ടാവും. ചെടിയും നല്ല വലിപ്പമുള്ള ചെടിയാണ്. നമുക്ക് ഇത് സാധാരണയായിട്ട് നമുക്ക് കിട്ടാറ്. റെഡ് എല്ലായിടത്തും സാധാരണയായിട്ട് കണ്ടുവരുന്ന ആന്തൂറിയാണ്. നല്ല റെഡ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു റോസ്, ലൈറ്റ് റോസിൽ ഒരു വൈറ്റ് വര വരുന്ന ആന്തൂറിയാണ് ഇത്, വരയൻ ആന്തൂറിയ. ഈ ലൈറ്റ് റോസിൽ വൈറ്റ് വര വരുന്ന പോലെ റെഡിലും വൈറ്റ് വര വരുന്നത് നമ്മൾ ഇറക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് കിട്ടിയില്ല. കുറേ വെറൈറ്റികൾ നമുക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇതും ഒരു വെറൈറ്റിയാണ്. ഗ്രീനല്ല വൈറ്റും റോസും മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോമ്പോ. ഇത് പിങ്ക് ഷെയ്ഡ് വരുന്ന, ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ആന്തൂറിയാണ്. പിന്നെ ഇത് ചോക്ലേറ്റ് കളറിൽ വരുന്ന ആന്തൂറി, ചോക്ലേറ്റ് കളറിൽ വരുന്ന. ഇത് നല്ല തൈയാട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈയാണ് കേട്ടോ. ഇത് വയലറ്റ് ഷെയ്ഡ് വരുന്ന ആന്തൂറിയാണിത്. ഇത് ചെറിയ തൈയാണ്, പക്ഷേ ഒരു തൈയിൽ കുറേ ഫ്ലവർ ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈറ്റ് ഷെയ്ഡിൽ നീളനെയുള്ള ഫ്ലവറാട്ടോ. ഇത് വൈറ്റ് ഷെയ്ഡിൽ നീളനയായിട്ട് വരുന്നത്. ഇതും നിറച്ച് ഫ്ലവർ ഉണ്ടാവും. ഒരു ചെടിയിൽ തന്നെ കുറേ ഫ്ലവർ ഉണ്ടാവും. ഇതന്നെ നീളനെയുള്ള റെഡ്, ഇതും ഒരു ചെടിയിൽ തന്നെ നിറച്ച് ഫ്ലവർ ഉണ്ടാവും. ഈ ഫ്ലവറൊക്കെ ഏകദേശം ഒരു 2 മാസത്തോളം ഇങ്ങനെ ഫ്രഷായിട്ട് നിൽക്കും കേട്ടോ. കുഴിയാണ്ട് ഫ്രഷായിട്ട് 2 മാസത്തോളം നമുക്കത് നിൽക്കും. പിന്നെ നമ്മൾ നോക്കണതിനനുസരിച്ചിരിക്കും നമ്മൾ ഓരോ ചെടികളുടെ ഗുണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ.